അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉദാരവൽക്കരണം. എന്തായിരുന്നു ഉദാരവൽക്കരണം? സാമ്പത്തിക രംഗത്തുള്ള, അതായത് എക്കണോമിയിലെ നിയന്ത്രണങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് അനാവശ്യമായ സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുന്നതിനെ അല്ലെങ്കിൽ മോചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡെഫിനിഷൻ നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു നയമാണ് ഉദാരവൽക്കരണം. വ്യാപാര, നിക്ഷേപ, വ്യാവസായിക രംഗങ്ങളിൽ നിലനിന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളയലാണ് ഉദാരവൽക്കരണം. ഇതൊരു തുറന്ന വാതിൽ നയമാണ്. പ്രധാനമായും താഴെ പറയുന്ന മേഖലകളിലാണ് നമ്മുടെ രാജ്യത്തെ ഉദാരവൽക്കരണ നടപടികൾ കൈക്കൊണ്ടത്. ഏതൊക്കെയാണ് ആ മേഖല? വ്യാവസായിക മേഖലയിൽ ഉദാരവൽക്കരണം കൊണ്ട് മാറ്റം കൊണ്ടുവന്നു. വ്യാവസായിക മേഖല എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കൊണ്ടുവന്നു. പിന്നെ ധനകാര്യ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഫിനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുവന്നു. പിന്നെ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു, ടാക്സ് റിഫോംസ് കൊണ്ടുവന്നു. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, വിദേശ നാണയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോം, വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ എന്ന് തുടങ്ങുന്ന 5 മേഖലകളിലോളം തന്നെ നമ്മുടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വ്യാവസായിക മേഖലയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റി. അപ്പം നിങ്ങൾക്കിവിടെ കാണാം, ഒരു പിങ്ക് കളർ കാണാം. ഈ ചെറിയ ചെറിയ പോയിൻറ്റ്സ്, ആ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വ്യാവസായിക മേഖലയിൽ പരിഷ്കാരം എന്ന് വെച്ചിട്ട് ഒരു 4 പോയിൻറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്. ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചാൽ മതി. വിവരിക്കണം എന്ന് ഇല്ല, നിങ്ങൾ ആ പോയിൻറ്റ് 4 എഴുതി വെച്ചാൽ അത്രയും നല്ലതാണ്. അല്ലാതെ 2 പോയിൻറ്റ് എഴുതുന്നെങ്കിൽ എന്തായാലും നമ്മൾ വിവരിച്ചാൽ നമുക്ക് ഒരു 4 മാർക്കെങ്കിലും കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. അപ്പം വ്യാവസായിക മേഖലയിലുള്ള പരിഷ്കരണം നമുക്ക് നോക്കാം. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യാവസായിക രംഗത്ത് ചില പ്രധാനപ്പെട്ട പരിഷ്കരണ നടപടികൾ സർക്കാർ കൊണ്ടുവന്നു. അല്ലാത്തത് വ്യാവസായിക ലൈസൻസിങ് സമ്പ്രദായം നിർത്തലാക്കി. വ്യവസായ ലൈസൻസിങ് നിർത്തലാക്കി, അതായത് മദ്യം, സിഗരറ്റ്, പിന്നെന്താ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, പിന്നെന്താ ഔഷധ നിർമ്മാണശാല, ഇവയുടെയൊക്കെ ലൈസൻസിങ് എന്നിങ്ങനെ ചുരുക്കം ചില വ്യവസായങ്ങൾ ഒഴികെ ബാക്കിയുള്ളവയെല്ലാം ലൈസൻസിങ്ങിൽ നിന്ന് ഒഴിവാക്കി. അതായത് വ്യാവസായിക ലൈസൻസിങ് നിർത്തലാക്കി. രണ്ടാമത്തെ പോയിന്റ്, വ്യാവസായിക ഉൽപ്പാദന രംഗത്തുള്ള റിസർവേഷൻ പുനഃക്രമീകരിച്ചു. വ്യാവസായിക ഉൽപ്പാദന രംഗത്തുള്ള റിസർവേഷൻ പുനഃക്രമീകരിച്ചു. അടുത്ത പോയിന്റ്, ചെറുകിട വ്യാവസായിക മേഖലകളിലുള്ള റിസർവേഷൻ എടുത്തു കളഞ്ഞു. ചെറുകിട വ്യാവസായിക മേഖലയിലുള്ള റിസർവേഷൻ എടുത്തു കളഞ്ഞു. അതായത് ചെറുകിട വ്യവസായങ്ങളുടെ സംഭരണം നിർത്തലാക്കി. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം ഗവൺമെൻറ് നിർത്തലാക്കി. അടുത്ത പോയിന്റ്, കമ്പോള വില നിർണ്ണയ സമ്പ്രദായം നടപ്പിലാക്കി. ഓക്കെ, അപ്പം ഇത്രയും പോയിൻ്റാണ്. ഒരു 4 പോയിൻറ്റ്സ് പഠിക്കുക. വ്യവസായ മേഖലയിൽ കൊണ്ടുവന്ന ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യാവസായിക മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ: വ്യാവസായിക ലൈസൻസിങ് സമ്പ്രദായം നിർത്തലാക്കി, വ്യാവസായിക ഉൽപ്പാദന രംഗത്തുള്ള റിസർവേഷൻ പുനഃക്രമീകരിച്ചു, ചെറുകിട വ്യാവസായിക മേഖലകളിലുള്ള റിസർവേഷൻ എടുത്തു കളഞ്ഞു, കമ്പോള വില നിർണ്ണയ സമ്പ്രദായം നടപ്പിലാക്കി. അടുത്തത് ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ, അതായത് ഫിനാൻഷ്യൽ സെക്ടർ. താഴെ സൂചിപ്പിച്ച പരിഷ്കരണങ്ങളാണ് പ്രധാനമായും ധനകാര്യ മേഖലയിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി. അതായത് ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്നും സഹായകൻ എന്ന തലത്തിലേക്ക് റിസർവ് ബാങ്കിൻ്റെ ചുമതലകളെ മാറ്റി. ഇതിൻ്റെ ഭാഗമായിട്ട് ധനകാര്യ മേഖല പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ ചെറിയ ചെറിയ മാറ്റം കൊണ്ടുവന്നു. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മേൽ റിസർവ് ബാങ്കുകളുടെ നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവന്നു. പലിശ നിരക്ക് നിശ്ചയിക്കൽ, ബ്രാഞ്ചുകൾ ആരംഭിക്കൽ എന്നിവയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. അടുത്ത പോയിന്റ്, സ്വകാര്യ മേഖലയിൽ ബാങ്കുകൾക്ക് അനുവാദം നൽകി. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, ICICI, മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്. ഇതിൽ ചിലതൊക്കെ നമുക്ക് കേട്ടുകേൾവിയുള്ളതാണ് അല്ലേ. സ്വകാര്യ മേഖലയിൽ ബാങ്കുകൾക്ക് അനുവാദം നൽകി. പിന്നെ ബാങ്കിങ് മേഖലയിൽ 50%-ലേറെ വിദേശ നിക്ഷേപത്തെ അനുവദിച്ചു. അതായത് ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50%-ഓളമായി ഉയർത്തി. ബാങ്കുകളിൽ നിക്ഷേപ പരിധി ഉയർത്തി. പിന്നെ നിരവധി സ്വകാര്യ ബാങ്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നു. അടുത്തത് നികുതി പരിഷ്കാരങ്ങൾ, ടാക്സ് റിഫോംസിനെ പറ്റി പറയുമ്പം നമ്മൾ ആ ഭാഗത്ത് പറയുന്നത് ഫിസ്ക്കൽ പോളിസിയെ പറ്റി പറയുന്നുണ്ട്. ധനനയം, ഇത് 10ാം ക്ലാസ്സിൽ ചില കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. ഫിസ്ക്കൽ പോളിസി,
പഴയ ടെക്സ്റ്റ് പഠിച്ചിട്ടുള്ള കുട്ടികൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ പുത്തൻ ടെക്സ്റ്റിൽ ഉണ്ടോ എന്ന് അറിയില്ല. ഫിസിക്കൽ പോളിസിയെ പറ്റി പത്തിൽ സോഷ്യൽ സയൻസിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ടാക്സിനെ പറ്റി ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും അതിനൊക്കെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ നികുതി പരിഷ്കാരം എന്ന് പറഞ്ഞാൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കുവാനും നികുതി വെട്ടിപ്പ് തടയുവാനുമാണ് നികുതി പരിഷ്കരണം കൊണ്ടുവന്നത്. പ്രധാനമായും താഴെ സൂചിപ്പിച്ച പരിഷ്കാരങ്ങളാണ് നികുതി രംഗത്ത് കൊണ്ടുവന്നത്. എന്തൊക്കെയാണ്? പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറച്ചു. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ്. എന്താണ് പ്രത്യക്ഷ നികുതി? വ്യക്തികളും ബിസിനസ് സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിന് നേരിട്ടടക്കുന്ന നികുതിയാണിത് പ്രത്യക്ഷ നികുതി. അതിന് ഉദാഹരണം എന്താണ്? കോർപ്പറേറ്റ് നികുതിയും വരുമാന നികുതിയും നമ്മുടെ പ്രത്യക്ഷ നികുതിക്ക്, അതായത് ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ്. പിന്നെ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ്. ഒരു വ്യക്തിയുടെ മേൽ ചുമത്തപ്പെട്ട നികുതി മറ്റൊരു വ്യക്തി അടയ്ക്കുന്നതിന് ആണ് നമ്മൾ എന്ത് പറയുന്നത്? പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം എന്താണ്? സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതി. ഓക്കെ. പിന്നെന്താണ്? കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറച്ചു. കോർപ്പറേറ്റ് നികുതി ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് നികുതി ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പിന്നെന്താണ്? വൻകിട ഉൽപ്പാദകർക്കും വിദേശ നിക്ഷേപകർക്കും നികുതി ഇളവുകൾ നൽകി. ആർക്കൊക്കെയാണ്? വൻകിട ഉൽപ്പാദകർക്കും വിദേശ നിക്ഷേപകർക്കും നികുതി ഇളവുകൾ നൽകി. പുതിയ തരം നികുതികൾ എന്ത് ചെയ്തു? ചുമത്തി. അതൊക്കെയാണ് നികുതി പരിഷ്കാരങ്ങൾ. എന്തൊക്കെയാണ്? പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറച്ചു, കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറച്ചു, വൻകിട ഉൽപ്പാദകർക്കും വിദേശ നിക്ഷേപകർക്കും നികുതി ഇളവുകൾ നൽകി, പുതിയ തരം നികുതികൾ ചുമത്തി. ഇനി നാലാമതായി ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി മാറ്റം കൊണ്ടുവന്നത് വിദേശ വിനിമയ കമ്പോള പരിഷ്കരണ മേഖലയിലാണ്. അവിടെ എന്താണ് മാറ്റം കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. അവിടെ പറയുന്നത് ഇറക്കുമതി കുറയ്ക്കുന്നതിനെ, അതായത് സർക്കാർ രൂപയുടെ മൂല്യശോഷണം നടപ്പാക്കി. ഡീവാലുവേഷനെ പറ്റി പറയുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ, അതായത് വിദേശ നാണയ പരിഷ്കാരങ്ങളിൽ, വിദേശ കമ്പോള പരിഷ്കാരങ്ങൾ പറയുന്നതാണ് എന്ത്? ഡീവാലുവേഷനെ പറ്റി. സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു. അതെന്താണ് പറയുന്നത്? ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു 1991. അതാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, കമ്പോള വിനിമയ നിരക്ക് സംവിധാനം നടപ്പാക്കി. കമ്പോള വിനിമയ നിരക്ക് സംവിധാനം നടപ്പിലാക്കി. ഇതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? വേറൊരു പേരും അറിയുന്നുണ്ട് കമ്പോള വിനിമയ നിരക്ക്. അതാണ് എന്ത് പറയുന്നത്? വിപണി നിശ്ചയിച്ച വിനിമയ നിരക്ക് അസ്ഥിര വിനിമയ നിരക്ക് അഥവാ ഫ്ലെക്സിബിൾ വിനിമയ നിരക്കെന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഫ്ലെക്സിബിൾ വിനിമയ നിരക്കെന്നും നമ്മുടെ കമ്പോള വിനിമയ നിരക്ക് സംവിധാനം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മേഖലയിൽ. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ 2 മാറ്റങ്ങൾ കൊണ്ടുവന്നു. സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു. പിന്നെന്താണ്? കമ്പോള വിനിമയ നിരക്ക് സംവിധാനം നടപ്പാക്കി. അടുത്ത ഇത് വരുന്നത് നമ്മുടെ വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങളാണ്. ഓക്കെ, വ്യാപാര നിക്ഷേപ പരിഷ്കാര ഭാഗത്ത്, അതായത് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ് ഭാഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി സർക്കാർ വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനായി ചില പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? താരിഫ് നിരക്ക് കുറച്ചു, ക്വാട്ട സമ്പ്രദായം നിർത്തലാക്കി, ഇറക്കുമതി ചുങ്കം കുറച്ചു, കയറ്റുമതി ചുങ്കം നിർത്തലാക്കി. അങ്ങനെ 4 പോയിന്റ് പഠിക്കുക. ഇറക്കുമതി ഉദാരവൽക്കരിച്ചു, അതായത് എന്താണ്? ഇറക്കുമതി ലിബറലൈസ് ചെയ്തു അവർ. പിന്നെ എന്താണ്? ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ കുറച്ചു. പിന്നെ ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു, ക്വാട്ട സമ്പ്രദായം നിർത്തലാക്കി, താരിഫ് കുറച്ചു, കയറ്റുമതി ചുങ്കം നിർത്തലാക്കി. അങ്ങനെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പം ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പറഞ്ഞ, അതായത് വ്യാവസായിക മേഖല ഇൻഡസ്ട്രിയൽ സെക്ടറിലെയും ധനകാര്യ മേഖല ഫിനാൻഷ്യൽ സെക്ടറിലെയും പിന്നെ നികുതി പരിഷ്കാരങ്ങൾ ടാക്സ് റിഫോംസിലെയും പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് വിദേശ നാണയ പരിഷ്കാര മേഖലകളെയും അതേപോലെ ഇപ്പോൾ പറഞ്ഞ വ്യാപാര നിക്ഷേപ പരിഷ്കാര ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസും നിങ്ങൾ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വന്ന ഭാഗങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മലയാളം കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ നോട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഇംഗ്ലീഷ് കുട്ടികൾ വിഷമിക്കേണ്ട, നമുക്ക് ഇംഗ്ലീഷ് എക്സാം എഴുതുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം 2ാമത്തെ ഭാഗം വരുന്നതാണ്. ആ ഭാഗത്ത് നമുക്ക് പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും നോക്കണം. അതായത് സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം നോക്കണം. നമ്മളിപ്പം ഉദാരവൽക്കരണം എന്ന ഒരു ഭാഗം നോക്കി. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങളുടെ അറിവുകൾ രേഖപ്പെടുത്തുക കമൻറ്റായിട്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കൂളിൽ ക്ലാസ് കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് നമ്മൾ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് പലത് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. അപ്പം അതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.